ഈ ഒരു കണ്ടന്റ് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം ഇന്നലെ വന്നിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ഇപ്പം രഞ്ജിത്ത് ബജാജ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള കാര്യം, അതായത് കുവൈറ്റ് ഇനെലിജിബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കുവൈറ്റിന് വേണ്ടി കളിപ്പിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കളിച്ച് നേടിയിട്ടുള്ള പോയിന്റ്സ് നഷ്ടമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് യോഗ്യത കിട്ടും. അതൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ചില കൺഫ്യൂഷൻസ് തോന്നി. കാരണം ഞാനത് അതുമായി ബന്ധപ്പെട്ട് പോയിന്റ് ടേബിളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനത്തെ എലിജിബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മുമ്പ് ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് ഫ്ലോറൻറ്റ് മലൂഡ എന്ന് പറഞ്ഞിട്ടുള്ള ISL കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ഫ്രാൻസിന് വേണ്ടിയിട്ട് 80ഓളം മത്സരങ്ങൾ കളിച്ച പ്ലെയറാണ്. അതിനുശേഷം അദ്ദേഹം ഫ്രഞ്ച് ഗിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരീബിയൻ രാജ്യം, കാരണം അദ്ദേഹം അവിടുത്തെ ഒരു ഒറിജിനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ അവിടെ നിന്നുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ISL നിന്നൊക്കെ പോയതിനു ശേഷമാണ് അവിടെ പോയി കളിച്ചിരുന്നു. അതിൽ കോൺകാഫ് ഗോൾഡ് കപ്പിൽ ഒരു മത്സരം കളിക്കുകയും ആ ഒരു മത്സരം സമനിലയാകും. പിന്നീട് ഇങ്ങനൊരു ഇനെലിജിബിൾ പ്ലെയർ ആണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ മത്സരം പിന്നീട് എതിരെ കളിച്ചിട്ടുള്ള ടീമിന് 3-0 എന്ന് പറയുന്നൊരു വിജയം കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കിപ്പം ISL ഒരു സാഹചര്യം അറിയാം. 4 പേർക്ക് ഫോറിനേഴ്സിന് കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്ലെയറിന് ഈ പറഞ്ഞ പോലെ റെഡ് കാർഡ് കിട്ടി. പിന്നെ ആ റെഡ് കാർഡിനെ കൊണ്ടുവന്നിട്ട് ഇപ്പം മുംബൈ സിറ്റി FC പിന്നീട് ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരമാണ്. അത് ഫുൾ ടൈം 0-0 ആയിരുന്നു. പിന്നീട് മുംബൈ സിറ്റി FC 3-0 എന്ന് പറയുന്നൊരു ആനുകൂല്യം കൊടുത്തത്. അപ്പം ഇനിയിപ്പം ഇനെലിജിബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. ഒരു 3 പ്ലെയേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട്. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 3-0 എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മത്സരം മാറും, പോയിന്റ്സ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിലത്തെ ഒരു പോയിന്റ് ടേബിൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കുവൈറ്റ് ആണ് 2ാം സ്ഥാനത്ത് വരുന്നത് 7 പോയിന്റും, ഇന്ത്യക്ക് 3ാം സ്ഥാനത്ത് 5 പോയിന്റും, അഫ്ഗാനിസ്ഥാൻ 5 പോയിന്റുമാണ്. അപ്പം ലിറ്ററലി നോക്കുമ്പോൾ വിചാരിക്കും ഇപ്പം കുവൈറ്റിൻ്റെ 2 പോയിന്റുകൾ, അതായത് ഇന്ത്യയായിട്ട് അവസാനം കളിച്ചപ്പം ഡ്രോ ആയിരുന്നല്ലോ, അപ്പോൾ 2 പോയിന്റുകൾ കുറയുകയും ഇന്ത്യക്ക് 2 പോയിന്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യക്ക് 7 പോയിന്റും കുവൈറ്റിന് 5 പോയിന്റും. അപ്പോൾ ഇന്ത്യ കയറും എന്നുള്ളതാണല്ലോ അവിടുത്തെ ഒരു സാഹചര്യം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കുവൈറ്റ് അവസാനത്തെ മത്സരം കളിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനെതിരെയാണ്. അഫ്ഗാനിസ്ഥാനെതിരെ 1-0 എന്ന് പറയുന്നൊരു സ്കോറിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അഫ്ഗാനിസ്ഥാനും 3 പോയിന്റ് കിട്ടിയില്ല. ഞാനിപ്പം ആ ഒരു മത്സരത്തിൽ നോക്കിയപ്പോഴും ഈ രഞ്ജിത്ത് ബജാജ് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള താരങ്ങളെ എനിക്ക് ആ ലൈനപ്പിൽ കാണാൻ സാധിച്ചിരുന്നു. അപ്പം അഫ്ഗാനിസ്ഥാനും ഉറപ്പായിട്ടും ആ 3 പോയിന്റ് കിട്ടില്ല. അപ്പം നിലവിൽ അഫ്ഗാനിസ്ഥാൻ 5 പോയിന്റാണുള്ളത്. അപ്പോൾ അത് 8 പോയിന്റ് ആവും. നോക്കുക, ഇന്ത്യക്ക് ആ പോയിന്റ് കിട്ടിയാലും ഇന്ത്യക്ക് 7 പോയിന്റേ കിട്ടുകയുള്ളൂ. അപ്പം ഇന്ത്യക്ക് അതിനുള്ള സാധ്യതകൾ ഐ തിങ്ക് എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും സാഹചര്യം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പലയിടത്തും നോക്കി, എനിക്ക് കിട്ടാവുന്നൊരു സോഴ്സിൽ നിന്നാണ് ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും കേസസ് ഉണ്ടോ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പിന്നെ ആ ഖത്തർ മത്സരത്തിൻ്റെ ഫലം എന്തെങ്കിലും അത് അങ്ങനെയൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സെയിം ടൈപ്പ് ഓഫ് ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫൈ പോർച്ചുഗൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ പിന്നീട് പോർച്ചുഗലിന് പ്ലേ ഓഫ് പോലെയൊക്കെ കളിക്കേണ്ട സാഹചര്യങ്ങളിലേക്കൊക്കെ പോയത്. അപ്പം അത് മത്സര ബലം വന്നത് പിന്നീട് മാറ്റിമറിക്കുക, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസ് ചെയ്യാൻ മറ്റോ കാണിക്കുകയാണ്. സനിയ.